നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രിപ്പൊന്നും പോകാത്തൊരു ഫാമിലിയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മളെ ഫാമിലിയിൽ. വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കൊരു ഹാപ്പി മൊമെൻ്റ് ഒന്നുമല്ല, എന്നാലും കുറച്ചധികം മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അതായത് ഒരു മാസമോ ഒരു മാസമൊക്കെ മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രിപ്പൊന്നും പോകാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മളെ ഫാമിലിയിൽ. അപ്പോൾ നമ്മളെ വലിയപ്പം ഇങ്ങനെ ഉമ്രക്ക് പോയ സമയത്ത് എല്ലാവരും കസിൻസ് എല്ലാം കൂടിയപ്പം ചുമ്മാ നമ്മളങ്ങിട്ട് പ്ലാനാണ്. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ അളാപ്പാരും ആരൊക്കെ വന്നപ്പോൾ വർക്കൗട്ട് ആവുന്നൊരു ട്രിപ്പാണ്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പ് പോയി വന്ന് ആ ഒരു ദിവസം തന്നെ കേട്ടോ. അതായത് ട്രിപ്പ് പോയി വന്ന് വണ്ടി കൊറിയർ അയച്ച് ആ ഒരു സമയമാണ്. ഇന്ന് രാത്രി ഇപ്പം 3 മണിയായിരുന്നു. 2 മണിക്കാണ് നമ്മൾ വണ്ടി അവിടെ എത്തുക എന്ന് പറഞ്ഞത്. പക്ഷേ രാവിലെ വിളിക്കത്തുള്ളൂ, കാരണം അവിടെ 24 hour ഇല്ല ഗുരുവായൂർ. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് പോയാൽ മതിയാവും. വണ്ടി ഒരു ദിവസം ലാഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇനി ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനത്തെ ഒരു ട്രിപ്പാണ്. എന്തായാലും നമുക്ക് നേരെ ചെറിയൊരു വ്ളോഗിലോട്ട് പോയേക്കാം. ഞാനിനി അവിടെ എത്തിയിട്ട് ബാക്കിയെല്ലാം കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. ഇതുപോലുള്ള ട്രിപ്പ് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മളെ ഫാമിലി ട്രിപ്പ് ജസ്റ്റ് സ്റ്റാർട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ബസ്. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ അല്ലേ? നമ്മളെത്ര ആൾക്കാരുണ്ട്? 21 ആൾക്കാർ. ചെറിയൊരു ഫാമിലിയാണ്. ചെറുതൊന്നുമല്ല, വലുതന്നെ. പക്ഷെ ഓരോരുത്തർ ബിസിനസ്മാരായോണ്ട് ഓലുണ്ട് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് കിട്ടും ഓരോ ഇല്ല, അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകിട്ടോ കൈസ്. പക്ഷെ ഞങ്ങളെ ബസ് നോക്കൂ, ഇതാണ് ഞങ്ങളെ ബസ്. നമ്മളെ ഷിബുവിന്റെ കമ്പനിക്കാരൻ്റെ ബസ്. നമുക്ക് ഇനി ഡ്രൈവർ എടുത്തിട്ടോ. ഇതാണ് ഓനാട്ടോ നമ്മളെ ബസ്സിന്റെ എല്ലാത്തിന്റെ കാര്യമൊക്കെ. ഇപ്പം പിന്നെ നമ്മളെ ഷിബുവിന്റെ കമ്പനിക്കാരൻ്റെ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ്റെ ബസ്. നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇങ്ങനത്തെ വൈബൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ ഇതുവരെ ഒരു പ്രശ്നമൊന്നും കണ്ടില്ല. അതായത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മള് പുള്ളി ഉണ്ടാക്കി. ഞാൻ ഒന്ന് പറയട്ടെ, നമ്മളെ തുടങ്ങിയ മുതൽ ഇതുവരെ പാട്ടും തുള്ളൽ തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നമാവെന്ന് വിചാരിച്ചാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോക്കനെങ്ങനെ പോയാൽ ഇപ്പോൾ അവിടെ വണ്ടി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഊട്ടിക്കാണ് പോകുന്നത്. അമർന്ന് നിൽക്കും. പേരില്ലാത്ത യൂട്യൂബ് ചാനൽ ഇത് തരുമോ ഗൈസ്? അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളിത് നിസ്കരിക്കാൻ പോവാണ്. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഒക്കെ ഇതുപോലെ ട്രിപ്പ് വന്നിട്ട് നിസ്കരിക്കാനും മറ്റാവശ്യത്തിനൊക്കെ നിർത്തിയ വണ്ടികളാണ്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ മുന്നാപ്പ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇവിടെ കുറേ സ്കൂട്ടറുകളുണ്ട്. ലേഡീസിനെല്ലാം നിസ്കരിക്കാൻ പറ്റുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. ഇത് നമ്മളെ കുഞ്ഞാവാ. ഒരു കുഞ്ഞാവേ. നമ്മളെ ബസ് കുട്ടപ്പൻ. നമ്മളെ ബസ് എല്ലാവരും വരുന്നുണ്ട്. കുറച്ച് പേര് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണിത്. നമ്മളെ നാട്ടിലുള്ള ആരുടെ ഹോട്ടലാണ്. വെരി ഇവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്ത്. ഇത് കണ്ടു. നമ്മൾ ആദ്യം കൊണ്ടുപോകാനൊക്കെ ആയിരുന്നു പ്ലാന്. ഗൈസ് അങ്ങനെ നമ്മളെ ഫുഡ് അടി സംഭവം കഴിഞ്ഞത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടായപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാത്തതാണ്. ഞാൻ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അപ്പം പോവാണ്.
അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലി. നമ്മൾ ആദ്യം പൈൻ ഫോറസ്റ്റ് അല്ലേ, നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻട്രൻസ് കൂടെ നമ്മളിങ്ങനെ നടന്നു പോകട്ടോ. ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടില്ല, ബസ് ഇവിടെ പാർക്ക് ചെയ്ത്. ഇത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് അല്ലേ? ആണ്. ഇത് പൈൻ ഫോറസ്റ്റ് അല്ല, ഇത് എൻ്റെ ചെറിയ അഞ്ചാനാട്ടോ. ഇത് മൂത്താപ്പൻ്റെ മോന്, അത് മൂത്താപ്പൻ്റെ മോന്. ആ മുന്നിൽ പോകണാണ് എൻ്റെ ഫാദർ. ഇത് അമ്മായിൻ്റെ മോള്, അമ്മായിൻ്റെ പുതിയപ്പ, അമ്മായിക്ക, അത് എളാപ്പ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലിയുള്ള ട്രിപ്പാണ്. മുത്ത ആ അതന്നെ. എന്ത് ഹായ് പറഞ്ഞ നമ്മൾ ആദ്യം പോണത് എന്താ പറയാ, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് എല്ലാം എടുത്ത് ഗൈസ് നോക്കിക്കുക, വ്യൂ എല്ലാം ഫുള്ളി കോട മൂടി കിടക്കുകയാണ്. കോട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ ഒരു മേളിലൊക്കെ നോക്കുക. എങ്ങനെയുണ്ട് ഊട്ടി? എങ്ങനെയുണ്ട്? അടിപൊളി. എന്നാ പോരി അവിടെ മേലേക്ക് പോവാം. ഏത് പിക്ക് ഇപ്പം നമ്മളിങ്ങനെ പിക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് ബസ് കുത്തിറക്കുമ്പോഴോ പോകുമ്പോഴൊക്കെ അങ്ങനെ നോക്കാം. ഇപ്പം നോക്കാമെന്ന് നല്ല ടൈമാണ് പോകും. ആദ്യം അങ്ങോട്ട് പോരും, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കാം. അപ്പം നമ്മളെല്ലാവരും വന്നില്ല കേട്ടോ. കുറേ ആൾക്കാരവിടെ കയ്യിനും കാലിനൊന്നും വയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. മുട്ടുവേനുള്ളൊക്കെ ഫാമിലിയിൽ. ഓരോന്നും കയറിയിട്ടില്ല, നമ്മൾ മാത്രമേ കയറിയിട്ടുള്ളൂ. അമ്മായി കയറി കേട്ടോ, വലിയ അമ്മായി എൻ്റെ ഒപ്പം കയറിയാണ്. അനിയന്മാരും അമ്മായിൻ്റെ മക്കളും കുറേ ആൾക്കാർ കയറിയാണ്. കുറച്ച് ആൾക്കാർ മാത്രം താഴെ. ഗൈസ് അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സിറ്റിൻ്റെ വ്യൂ എല്ലാം കാണാം കേട്ടോ. ഏത് സിറ്റിയാന്നുള്ള കാര്യം എനിക്കൊരു ഐഡിയ ഇല്ല. ഇതേ കണ്ടോ, എല്ലാവരും പോയിട്ടോ. നമ്മൾ പിക്കടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല. മാമാരെല്ലാം പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്. എല്ലാവർക്കും പിക്കടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്കായി സമയം. നോക്കിക്കേ ഇതെല്ലാം ഉള്ളോ, അത് റോഡ് നോക്കിക്കേ, ആ വരുന്ന റോഡ്, മരങ്ങൾ, രസമുണ്ട് കേട്ടോ. നമുക്ക് ഈ മരത്തിൻ്റെ മുകൾ സൈഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ പുല്ല് പോലെയൊക്കെ തോന്നും, പക്ഷേ മരം, റോഡ്, എല്ലാ സംഭവങ്ങളും അടിയുണ്ട്. ഞാനിനി ഞാൻ പോട്ടെ, ഓരെല്ലാവരും അങ്ങ് പോയിട്ടുണ്ട്. നടക്കി അറ്റാളാണേ. ഓ സീൻ നമുക്കാണ്ട് കയറില്ലേ ഗൈസ്. എല്ലാവരും അതിൻ്റെ ടോപ്പിലുണ്ട് കേട്ടോ, മേലെ നമ്മളെ കൂടെ ഉള്ളവർ. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു അഡ്വഞ്ചർ കയറാൻ പോവാണ്. നോക്കിക്കാൻ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ്. ഇതിൽ ഇങ്ങനെ കയറിയാൽ ഇതിൻ്റെ ഒരു ടോപ്പ് സൈഡിലെത്തും. അവിടെ ടോപ്പിൽ അവന്മാരെല്ലാം ഉണ്ട്. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ പോയ വ്യൂ പോയിന്റ് ഇതേ അവിടെ കേട്ടോ. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ ഈ സാധനമൊക്കെ ഉള്ള ഇതിൻ്റെ മണ്ടൊക്കെ കയറിക്കുവാണ് ഏറ്റവും ടോപ്പിൽ. എങ്ങനെ ഉണ്ട് നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു മലനിരകളും സംഭവം കാണാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഫാമിലി ട്രിപ്പ് ബസ് എല്ലാം ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഫോണിൽ ഇങ്ങനെ കോള് വരുന്നത്. നമ്മളാണ് പോവാത്ത, ബാക്കി എല്ലാവരും ഇവിടെ കടന്നു പോയി. സാധ്യത വിളിക്കുന്നത്. നടക്കിച്ച് നടന്ന എല്ലാവരും ഒന്ന് ചിരിച്ചാണ്, എല്ലാവരും ചിരിച്ചാണ്. ചിരിക്കേ, ഒന്ന് ചിരിക്കേ, ചിരിച്ചൂടേ. അവിടുന്ന് വെള്ളമെല്ലാം കുടിച്ച് ലൈമല്ല നമ്മൾ കുടിച്ച്, ലൈമൊക്കെ കുടിച്ച് പതുക്കെ പിന്നെ നേരെ കയറി. ഇത് നമ്മൾ വിചാരിച്ച പ്ലാൻ എന്ന് പറയുമ്പോൾ നേരെ ഊട്ടി ടൗണിൽ വന്നിട്ട് ഇവിടുത്തെ കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകാന്നുള്ള രീതിക്കായിരുന്നു പ്ലാന്. എനിക്കാണെങ്കിൽ ബൈക്കിൽ പോകുന്ന ആ ഒരു മൂഡൊന്നും കിട്ടുന്നില്ല കേട്ടോ. ബസ്സിൽ ആ ഒരു മൂഡൊന്നും കിട്ടുന്നില്ല. ബസ് മൂഡ് ഒരു വലിയ നേക്കില്ല.
ഞാൻ കുറേ അവിടെ കിടന്ന് ഈ നമ്മുടെ വണ്ടീൻ്റെ കാര്യങ്ങൾ ഓരോന്ന് സെറ്റപ്പ് ചെയ്യുമായിരുന്നു. അതായത് വണ്ടി നാട്ടിലെത്തിക്കാനുള്ള പരിപാടി കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. ഒരു വണ്ടി കിട്ടണം, അതായത് ഗുഡ്സ് അങ്ങനെ ഏതെങ്കിലും വണ്ടി, ഒരു ഓട്ടോ, ഓട്ടോ എങ്കിലും കിട്ടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിങ്ങനെ ഞാൻ നോക്കുമായിരുന്നു. ബസ്സിൽ നിന്ന് ഒരു 100% ഒരു പീസായിട്ടല്ല ഈ ഒരു ട്രിപ്പ് പോകുന്നത്. ആ ഒരു കാര്യം മാത്രമാണുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചതായതുകൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഏതൊരു ഗാർഡന്, ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല, എന്തായാലും ഒരു അനദർ ഗാർഡനാണ്. അവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ പെർ ഹെഡ് 100 രൂപ ഉണ്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. വെക്കേഷനായിട്ട് തോന്നുന്നു. ഇതാണ് നമ്മളെ കുട്ടപ്പൻ. ഒരായാണ്. ആ ഒരു സ്പോട്ടിൽ നിന്ന് വീഡിയോ എല്ലാം എടുത്ത്, ഫാമിലി വീഡിയോ എല്ലാം എടുത്ത് പിന്നെ താഴോട്ട് പോകാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി നോക്കിയിട്ടു. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിലേ കയറി അങ്ങനെയുള്ള സംഭവം. കറങ്ങി തിരിയാനുള്ള സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകണമാ, നമ്മളതിൻ്റെ മേലേക്കാഞ്ഞ് പോകണേ. ആ തൂക്കുപോലെ തന്നെ. ആ എന്താ തലയില്ലേ ഇതിലേ അതിനായിട്ടല്ലേ അതിലങ്ങോട്ട് കയറിയാൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയാൽ പോരെ. ഏതായാലും ഇവിടെ വരെ വന്നു. അപ്പൊ നമ്മള് തൂക്കുപാലത്ത് പോകും. അതാണ് തൂക്കുപോലൊക്കെ അതിന്റെ മേലെ എത്തി ആക്കണ് ആ കളിക്കല്. വെച്ചൂടെ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഉള്ള ഈ വഴികളിലൂടെ പോയിട്ട് ഈ ഒരു തൂക്കുപാലത്തിലൂടെ നടന്ന് ഇപ്പുറത്തെത്തി. അങ്ങനെയൊക്കെയാണ് ഇനി എക്സിറ്റ് ഈ ഒരു സൈഡാണ് വരുന്നത്. നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, കാരണം സീസണാണിപ്പോൾ. അത് കാരണം ഊട്ടി ടൗൺ ഫുൾ ബ്ലോക്കാണ്. നമ്മൾ ഏകദേശം 1 മണിയൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ. ഇത് ഊട്ടി ടൗണിൽ സെൻട്രലാണ്. അപ്പോൾ ബസ്സിലത്തെ അങ്കിള് ഓല് പറഞ്ഞാണ്, അതായത് ആദ്യം ടൗണിലെത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് സമയം കുറേ ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആയിരിക്കും നമ്മൾ ടൗണിലെത്തുക. അങ്ങനെ എത്തുമ്പം നമുക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു. ടൗണിലും ഈവനിങ് ആകുമ്പോൾ ഒരു പ്രത്യേക തിരക്കും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. എൻ്റെ കാലം ഇതിനെന്താ വലിയ കൊള്ളാത്ത ചൂടുണ്ടല്ലോ. ഗൈസ് അങ്ങനെ നമ്മളിത് അവിടുന്ന് പിക്കടി ആയിരുന്നു കേട്ടോ. ഫുള്ള് നരത്തി പിക്കടി ആയിരുന്നു. ഫാമിലി ആയിട്ട് ഇനിയൊന്നും വരില്ലല്ലോ. അപ്പോൾ മാക്സിമം പിക്കടിക്കാനുള്ള അവസരമെല്ലാം യൂട്ടിലൈസ് ചെയ്ത്. അപ്പോൾ ഇനി ബസ്സിൽ നിന്ന് ഇങ്ങനെ വിളി വരുന്നുണ്ട്, കാരണം ബാക്കിയുള്ളവരെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിക്കടിച്ച് ഇങ്ങനെ കുറേ സമയമായി. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് പോവാണ്. ബസ് ഇവിടെ ഉണ്ടല്ലോ. പോയാ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ഇവിടെ എവിടെയാണ്, നമ്മളെ മലയാളീസിൻ്റെ ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ ഫുഡിങ് സെറ്റ് ചെയ്തത്. നമ്മളെ പിള്ളേരോട് ഇതേ അവിടെ ഇതേ കണ്ടോ, അല്ല ആരോ സാധനം വന്നു എന്നൊക്കെ പറഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞത് നമ്മളെ ബസ് കിട്ടും, നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതൊരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ആദ്യം കണ്ടതായിരുന്നു. അതായത് ഈ ഒരു ട്രിപ്പ് കൊണ്ട് ജസ്റ്റ് ഒരു ഞാനിവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ. എന്തായാലും അവന്മാരെല്ലാം ബാത്റൂമിൽ പോകുന്ന സംഭവമാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കുറേ സമയത്തിന് ശേഷമായിരിക്കും ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത്. അവിടെ എന്നെ ഊക്കാട്ടോ, ഒന്നുമില്ല തരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരിക്കുക വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുകയെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനൊരു ട്രിപ്പ് ഞാൻ ആദ്യം വിചാരിച്ചാണ് ഫാമിലി ട്രിപ്പ് ആയ കാരണം ഒരുപാട് സ്പോട്ടുകൾ കവർ ചെയ്യുക അങ്ങനെയുള്ള രീതിക്കുള്ള സംഭവം ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ ആ ഒരു വൈബുണ്ടല്ലോ, ഒരു ദിവസം ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ചില്ലാത്, അത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അതെല്ലാം അതുപോലെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും 2 സ്പോട്ടിലും കണ്ടാണ് പോയിട്ടുള്ളത്. ഹിൽ റോക്ക് വ്യൂ പോയിൻറ്റും അതുപോലെ ഊട്ടി ടൗണിലുള്ള എന്തോ ഒരു ഗാർഡൻ ഉണ്ട് അവിടെയും. അങ്ങനെ 2 സ്പോട്ടിൽ നമ്മൾ പോയേ. അപ്പോൾ സ്പോട്ടല്ല വിഷയം, പക്ഷേ നമ്മളെ മെയിൻലി നമ്മളെ സമയം ഒരുപാട് പോക്കിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നാമത് സ്കൂൾ വെക്കേഷനാണ്. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്കാണ്, മൊത്തം ഭയങ്കര തിരക്കാണ്. ബ്ലോക്കും ഇതൊക്കെ കാരണം നമ്മൾ സ്ഥലമല്ല കവർ ചെയ്യില്ല. പക്ഷേ ട്രിപ്പെല്ലാം കഴിഞ്ഞു. എനിക്കെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക 100% ഓക്കെ ഹാപ്പി ആയിട്ടല്ല ഞാൻ ഒരു യാത്ര വന്നു. പക്ഷേ പോകാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഈ ഒരു ട്രിപ്പ് ഇപ്പം 11 മണി 12 മണിയായി. ഇനി ഒരു പുലർച്ചെ ഒരു 2 മണിക്കൂറൊക്കെ സമയം കഴിയുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തും. ഒരു 1 മണി ഒക്കെ ആകുമ്പോഴേക്കും നാട്ടിലെത്തും. എന്നിട്ട് ഞാൻ 2 മണി 3 മണിയാകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഞാൻ പിന്നെയും പോകണം നമ്മുടെ സ്പ്ലെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമെല്ലാം ഉണ്ട്.